നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് രൈന, ഇത് തക്കുടു. ഞങ്ങൾ ഇന്ന് ചെയ്യാനായിട്ട് പോണ വീഡിയോ ഞങ്ങൾക്ക് ഏകദേശം പിടികിട്ടിട്ടുണ്ടായിരിക്കും. ഹെയർ കളർ ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യത്തിൻ്റെ പ്രത്യേകത വന്നിട്ട് ഏറ്റവും കുറഞ്ഞ ചെലവിലാണ് നമ്മൾ ഹെയർ കളർ ചെയ്യാനായിട്ട് പോകുന്നത്. സാധാരണക്കാർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ കളറിങ് മെത്തേഡാണ് കേട്ടോ. അപ്പോൾ ലൈറ്റായിട്ട് നമ്മുടെ ഈ ഒരു ബ്ലീച്ച് വെച്ചിട്ട് ഞാൻ തക്കുടുവിൻ്റെ ഹെയർ കളർ ചെയ്ത് കൊടുക്കാനായിട്ട് പോവാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താക്കാം കേട്ടോ. അതോടൊപ്പം വരുന്ന കുഞ്ഞു ബെൽ ബട്ടൺ ഇല്ലേ, അതുകൂടെ നിൽക്കുക. എന്നാൽ മാത്രമാണ് ഞങ്ങൾ ഇനിയും ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഞങ്ങൾക്ക് മുടങ്ങാണ്ട് ലഭിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ വീഡിയോയിട്ട് കിടക്കുകയാണ്. നമ്മൾ യൂസ് ചെയ്യുന്നത് വന്നിട്ട് ഫെമ്മിൻ്റെ, കണ്ടില്ലേ, ഇതാണ് കേട്ടോ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫെമ്മിൻ്റെ ഫെയർനെസ് നാച്ചുറൽ ഗോൾഡ് ക്രീം ബ്ലീച്ച് ആണ്. ഇത് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് നിന്റെ കല്യാണത്തിന്റെ ആ സമയത്താണ് ഇത് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. എന്റെ ഫേസും അമ്മയ്ക്കൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായി. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും വീഡിയോ. ഫേസ് അല്ല, ബ്ലീച്ച്, ഫേസ് ഒക്കെ ബ്ലീച്ച് ചെയ്യാനായിട്ട് ഞാൻ ആ ഒരു ടൈമിൽ വാങ്ങിയിട്ട് നിങ്ങളുടെ അടുത്തൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരു ബോട്ടിൽ ബാക്കിയുണ്ട്, ഒരു പാക്കറ്റ്. ഇതിന് വെറും 65 രൂപയേ ഉള്ളൂ. അപ്പൊ നമുക്ക് ആകെ ചെലവ് വന്നിട്ട് 65 രൂപയുള്ളൂ ഹെയർ കളർ ചെയ്യാനായിട്ട്. അപ്പൊ പലരുടെ ആഗ്രഹമായിരിക്കും, ഈ വീഡിയോ കാണാൻ ഒരുപാട് പെൺകുട്ടികൾ ആഗ്രഹിക്കുന്നതായിരിക്കും എന്റെ ഹെയർ കളർ ചെയ്യണം. ഇപ്പൊ ഒരു ട്രെൻഡ് ആണല്ലോ ഏറ്റവും കുറഞ്ഞ ചെലവിൽ ഈസി ആയിട്ട് അങ്ങനെ ചെയ്യാന്ന്. അപ്പൊ ഇത് യൂസ് ചെയ്യാൻ സേഫ് ആണ്. അപ്പൊ നിങ്ങൾ ചിന്തിക്കേണ്ടാവും, ഫേസിൽ യൂസ് ചെയ്യുന്ന ബ്ലീച്ച് വെച്ചിട്ട് ഹെയർ നമ്മൾ ബ്ലീച്ച് ചെയ്യുമ്പോൾ അത് സേഫ് ആണോ? സേഫ് ആണ്, ഒരു കുഴപ്പമില്ല. കാരണം നമ്മൾ ഹെയർ കളറിനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ബ്ലോണ്ടർ എന്ന് പറയുന്ന സംഭവം ഇല്ലേ, അതൊരു ബ്ലീച്ച് ആണ് കേട്ടോ. ഹെയർ ബ്ലീച്ച് ചെയ്യാനാണ് ബ്ലോണ്ടർ നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് വന്നിട്ട് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ളൊരു ബ്ലീച്ച് ആണ് സംഭവം കേട്ടോ. ഇതും ബ്ലീച്ചാണ്. ആ ബ്ലോണ്ടർ എന്ന് പറയുന്നതും നല്ല പവർഫുൾ ആയിട്ടുള്ള ബ്ലീച്ചാണ്. ഇതിലും പവർഫുൾ ആണ്. കാരണം ഇത് നമ്മൾ ഫേസിൽ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അത്രയ്ക്കും കുഴപ്പമുണ്ടാക്കില്ല. നമ്മുടെ ഫേസിൽ യൂസ് ചെയ്യേണ്ടതല്ലേ, അതുകൊണ്ട് ഇത് സേഫ് ആണ്. അത് കുറച്ചും കൂടി പവർ കൂടി ആയിട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് വെച്ചിട്ട് തക്കുടുവിൻ്റെ ഹെയർ ബ്ലീച്ച് ചെയ്യാൻ പോവാം. അപ്പോൾ ഞാൻ അതിൻ്റെ പ്രൈസ് നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടോ, വെറും 65 രൂപയെ ഇതിന് വരുന്നുള്ളൂ. കണ്ടില്ലേ, 65 രൂപ. അപ്പോൾ 65 രൂപ. പിന്നെ നിങ്ങൾ നമ്മൾ എന്താ ഫോയിൽ പേപ്പർ യൂസ് ചെയ്യൂല്ലേ, അല്ലേ? അലുമിനിയം ഫോയിൽ യൂസ് ചെയ്യും. അതിങ്ങനെ റോൾ ചെയ്ത് വെക്കാനൊക്കെ. അതിനൊക്കെ ഒരു ട്രിക്ക് ഉണ്ട്, കാണിച്ചു തരാം. അപ്പോൾ അത് നമുക്ക് ഇതിൽ എന്താ കിട്ടുക, ഇത് നമുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ കിട്ടുക. ഇത് 65 രൂപയുടെ ഉണ്ട്, 35-45 രൂപയുടെ ചെറുതുണ്ട് കേട്ടോ. ഇത് കുറച്ച് വലുതാണ്, അതാണ് 65 രൂപ. നമുക്കിതിൽ ക്രീം കിട്ടും, പിന്നെ ഇതിൻ്റെ ആക്ടിവേറ്റർ കിട്ടും. കണ്ടോ. അപ്പോൾ നമ്മൾ ചെയ്യാനായിട്ട് പോണത് ഹെയറിലല്ല ചെയ്യണേ. അപ്പോൾ പെട്ടെന്ന് കളർ പിടിക്കാനായിട്ട് നമ്മൾ ഈ ഒരു ബോട്ടിലോട്ട് ഇതേ കണ്ടോ, ഇതിൽ കണ്ടോ, ഇതിൽ മൊത്തം ഇത്രയും ക്രീമാണ് ഉള്ളത്. കണ്ടോ, ക്രീം. അങ്ങനെ നമുക്കിതിൽ ആക്ടിവേറ്റർ മിക്സ് ചെയ്യാം. കണ്ടോ, ഇത് പിടിച്ചതോടും ആക്ടിവേറ്റർ കണ്ടില്ലേ, ഇത് ഫുൾ എടുക്കുന്നുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഹെയറിലല്ലേ നമ്മൾ ചെയ്യണേ. അപ്പോൾ വേഗം കളർ പിടിക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. പിന്നെ ഇത് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ബ്ലീച്ചൊക്കെ ചെയ്യുമ്പോൾ അലർജി ഉള്ളവരുണ്ടായിരിക്കും, അല്ലെങ്കിൽ അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ, ആദ്യമായിട്ടൊക്കെ ചെയ്യണവരുണ്ടെങ്കിൽ ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്യാം. സ്കിന്നിലൊന്ന് പാച്ച് ടെസ്റ്റ് ചെയ്യുക, എന്തെങ്കിലും അലർജിയോ കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്ന്. പിന്നെ ഹെയറിൽ എത്രത്തോളം കളർ വേണമെന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ജസ്റ്റ് നിങ്ങൾ അത് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ചെയ്യണതിന് മുന്നേ ഒരു കുറച്ച് ഭാഗം എടുത്തിട്ട് അതിൽ ഈ ഒരു മിക്സ് ചെയ്തതിന് ശേഷം അപ്ലൈ ചെയ്ത് നോക്കുക. എത്ര ടൈം എടുക്കുന്നുണ്ട്, എത്രത്തോളം കളർ വരുന്നുണ്ട് എന്നൊക്കെ നോക്കാം. എന്നിട്ട് വേണം ചെയ്യാനായിട്ട്. അല്ലാണ്ട് ഇത് കണ്ട് ചെയ്തിട്ട് കുറേ കൂടിപ്പോയി, വല്ലാണ്ട് കളറായിപ്പോയി, വല്ലാണ്ട് ബ്ലീച്ച് ആയിപ്പോയി എന്ന് പറയരുത്. ജസ്റ്റ് ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അതെ, ഞാൻ ഈ ഒരു ക്രീമിന്റെ ബോട്ടിലേക്ക് പിടിക്കും. ചെറിയൊരു സ്പാച്ചുലുണ്ട്, കുഞ്ഞൊരു സ്പാച്ചുല ഇതിന്റെ കൂടെ കിട്ടും നമുക്ക് മിക്സ് ചെയ്യാനായിട്ട്. ഇതിലേക്ക് ഞങ്ങൾ ഇടാണ് കേട്ടോ. കണ്ടോ, മൊത്തത്തിൽ ഇട്ട് കൊടുക്കാണ്. നമ്മൾ ഫേസിലാവുമ്പോൾ ഇത് മൊത്തം ആക്ടിവേറ്റർ മൊത്തം നമ്മൾ ഇതിൽ യൂസ് ചെയ്യില്ല കേട്ടോ. മിക്സ് ചെയ്യാം, അതൊക്കെ മിക്സ് ചെയ്തു. അപ്പോഴേ നമുക്ക് ഈ കുഞ്ഞു സ്പാച്ചുല വെച്ചിട്ട് മിക്സ് ചെയ്യാനായിട്ട് ഭയങ്കര പാടാണ്. അതായത് ക്രീമും ആക്ടിവേറ്ററും നല്ലപോലെ മിക്സ് ആകണം. അപ്പോൾ ഇതെൻ്റെ പഴയൊരു കാജൽ പെൻസിലാണ് കേട്ടോ, ലാക്മിയുടെ. ഇത് ഞാൻ കളയാണ്ട് എടുത്ത് വെച്ചിരുന്നതാ. അപ്പോൾ ഇത് നമുക്ക് വെച്ചിട്ട് മിക്സ് ചെയ്യാൻ, തക്കുടൂന് മിക്സ് ചെയ്യാനായിട്ട് പറ്റണില്ലേ കുഞ്ഞു സ്പാച്ചുല വെച്ചിട്ട്. എനിക്കും അങ്ങനെ തന്നെയാണ്. ഇവർ കൊടുത്തിരിക്കുന്നത് വളരെ കണ്ട ആക്ടിവേറ്ററൊക്കെ പുറത്തേക്ക് പോയി. അപ്പോൾ ഇതേ ഞാനിങ്ങനെ മിക്സ് ചെയ്യുന്നുണ്ട്. നല്ല പോലെ മിക്സ് ചെയ്യണം. അതാണ് ഞാൻ ഈ ഒരു പെൻസിലിൻ്റെ അടിഭാഗം എടുത്തത്, ഒരു സൈഡ് ഭാഗം, ഒരു താഴ്ഭാഗം എടുത്തത്. പിന്നെ ആ പേപ്പർ കാണിച്ചു കൊടുത്തതൊക്കെ നമ്മൾ അലുമിനിയം ഫോയിൽ പേപ്പറിന് പകരം
നമ്മുടെ നോട്ട് ബുക്കിന്റെ പേജില് പ്ലെയിൻ ആയിട്ടുള്ള വൈറ്റ് ഷീറ്റുകൾ അത് കീറി എടുത്തിരിക്കുകയാണ് കേട്ടോ ചെയ്തിരിക്കണേ. കണ്ടോ, കാണിച്ചു കൊടുക്കണം. ഇതാണ് നമ്മള് നോട്ട്ബുക്കിലെ പേപ്പർ. സാധാ നോട്ട്ബുക്കിലെ പേപ്പറാണ് യൂസ് ചെയ്തിട്ടുള്ളത് അലുമിനിയം ഫോയിലിന് പകരം. അപ്പൊ ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെങ്ങനെ കാണിക്കുന്നത് വെച്ചാൽ ഈ കെട്ടുകമ്പി കണ്ടോ, നമ്മളിത് ഫ്ലവർ ഒക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന കെട്ടുകമ്പിയാണ് കേട്ടോ. അപ്പൊ അലുമിനിയം ഫോയിൽ പേപ്പർ ഉണ്ടല്ലോ, അലുമിനിയം പേപ്പർ ഇല്ലേ, ഫോയിൽ പേപ്പർ ഇല്ലേ, അതിന് പകരം നമ്മൾ ആ വെള്ള പേപ്പർ, ഈ വെള്ള പേപ്പർ ഇങ്ങനെ രണ്ടാക്കി മടക്കിയിട്ട് ഹെയർ ഇതിൽ വെച്ച് ഈ ഒരു എന്താ പറയുക ക്രീം അപ്ലൈ ചെയ്ത് മടക്കി ഈ ഒരു കെട്ടുകമ്പി കൊണ്ട് കെട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്, അഴിഞ്ഞു പോരാതിരിക്കാനായിട്ട്. ഞങ്ങൾക്ക് കെട്ടുകമ്പി ഇല്ലെങ്കിൽ റബ്ബർ എന്താ പറയുക ഇലാസ്റ്റിക് ബാൻഡ് ഇല്ലേ, റബ്ബർ ബാൻഡ് ഇല്ലേ നമ്മുടെ, അപ്പം അത് യൂസ് ചെയ്യാം കേട്ടോ. അതൊരു 10-12 ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഹെയറിൽ ഓരോ ഭാഗത്ത് ഇതുപോലെ ചെയ്യാം. ഫോയിൽ പേപ്പർ ഒന്നും വേണമെന്നില്ല, നമ്മൾ പരമാവധി ലാഭിക്കാനാണല്ലോ നോക്കണേ. ഇതിവിടെ ഇരുന്നിരുന്ന പഴയ കമ്പികളാണ് കേട്ടോ, നമ്മൾ ഫ്ലവർ ഒക്കെ ഉണ്ടാക്കുന്ന ഗോൾഡൻ കമ്പി ഒക്കെ ഇല്ലേ, ഇങ്ങനത്തെ സിൽവർ ആൻഡ് ഗോൾഡൻ കമ്പികളതാണ്. അപ്പൊ നമ്മൾ ചെയ്യാൻ ആരംഭിക്കാണ് കേട്ടോ. തക്കൂടെ അങ്ങാണ്ടിരിക്കണം, അല്ലെങ്കിൽ ബ്ലീച്ചും ക്രീമും ഒക്കെ എല്ലാവരും പോകും. അപ്പൊ തക്കൂടെ ഈ ഒരു മുടിയുടെ ഭാഗം എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു മുടിയുടെ ഭാഗം ഇതിങ്ങനെ ഞാനിങ്ങനെ വെക്കുകയാണ്. വെച്ച് കൊടുത്തിട്ട് നമ്മുടെ ബ്ലീച്ചും ആക്ടിവേറ്ററും മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതിൽ നമ്മൾ ബ്രഷ് ഇങ്ങനെ മുക്കിയിട്ടുണ്ട്. അതങ്ങനെ പതുക്കെ ഇങ്ങനെ അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിത് ഇങ്ങനെ മടക്കും കണ്ടോ, ഇങ്ങനെയൊന്ന് മടക്കും. ശരിക്കും നമ്മൾ ഹെയർ ബ്ലീച്ച് ചെയ്യുമ്പോൾ ചെയ്യില്ലേ, ഹെയർ കളർ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യില്ലേ, മടക്കില്ല ഇതിങ്ങനെ. അതുപോലെ ഒരു സൈഡും ഈ സൈഡും ഇങ്ങനെ മടക്കിയതിന് ശേഷം അതിങ്ങനെ എനങ്ങാണ്ടിരിക്കേ, അല്ലെങ്കിൽ ഇവിടെ ഉരിപ്പോരും ഇത് കണ്ടോ. ഇങ്ങനെ നമ്മൾ ഇവിടെ അങ്ങനെ മടക്കി വെക്കുകയാണ് ചെയ്യാട്ടോ. ഇങ്ങനെ തന്നെ മടക്കണം. ആദ്യം നീളനെ മടക്കി കവർ ചെയ്തതിന് ശേഷം വേണം ഇങ്ങനെ മടക്കി കൊണ്ടുവരാൻ, അല്ലെങ്കിൽ മൊത്തത്തിൽ കളറാവും കേട്ടോ. ഈ ഒരു കെട്ട് കമ്പി വെച്ചിട്ട് നമ്മൾ കെട്ടാണ്. ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് റബ്ബർ ബാൻഡ് യൂസ് ചെയ്യാം. ഇതാവുമ്പോൾ ഇങ്ങനെ ഇരുന്നോളും. അധികം തല എനക്കണ്ടായിട്ട് തക്കിടുവോ, അധികം തല എനക്കണ്ടായിട്ട് പോരും. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗം എടുത്ത് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ലെയറുകൾ വരുന്നതിലാണ് നമ്മൾ ചെയ്യാനായിട്ട് പോണത്. ഈ ഒരു ലെയർ കണ്ടോ, ഈ ഒരു ലെയർ എടുത്തിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ മടക്കി വെച്ചിട്ടുണ്ട് കണ്ടോ. നീളം പോരാട്ടോ, അതാണ് പ്രശ്നം. നീളം പോരാണ്ട് വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ മുടി ഇങ്ങനെ മടക്കി വെക്കാം കേട്ടാ. മുടി മടക്കി വെക്കാം. ക്ലിപ്പ് ഇട്ടാണെങ്കിൽ ക്ലിപ്പിടെ ഇതൊന്ന് പിടിച്ചതൊക്കെടോ, ഇതിന്റെ ബോട്ടിൽ പിടിച്ചത് പൊന്തിപ്പോരിന്. നമ്മൾ മുകൾ ഭാഗത്തുനിന്ന് കുറച്ച് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ, താഴത്തേക്ക് വരുമ്പോൾ കുറച്ച് അധികമായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അങ്ങനെ വേണം കേട്ടോ. ഇവിടെ നിന്ന് കുറച്ച് ശേഷമായിട്ട് താഴത്തേക്ക് വരുമ്പോൾ കുറേ ആയിട്ട് അങ്ങനെ വേണം അപ്ലൈ ചെയ്യാൻ. എന്താ ഈ ഒരു ഭാഗം നമ്മൾ അതിങ്ങനെ പിടിച്ചിട്ട്, ഞാൻ ഗ്ലൗസ് ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. തക്കൂടെ എങ്ങാണ്ടിരിക്കും, ഇങ്ങോട്ട് നോക്ക്. എൻ്റെ കണ്ണിക്ക് ഇതിന് ആവി വരുന്ന പോലെ തോന്നാം, നീറ്റാണ് കണ്ണിക്ക് ആവിയാ. അപ്പോൾ ഇതേ നമ്മൾ ഇതങ്ങനെ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ മടക്കി ഇതിങ്ങനെ മടക്കി എന്നിട്ട് ഇങ്ങനെ മടക്കാണ് കേട്ടോ. ഇതിങ്ങനെ കുഞ്ഞു കുഞ്ഞാ ഞാൻ മടക്കിക്കൊണ്ടിട്ടുണ്ട് കേട്ടോ, കമ്പി ചുറ്റാനായിട്ടാണ്. ഓക്കെ, കണ്ട ഇങ്ങനെയാണ് നമ്മൾ ചെയ്യണേ. ഇനി ഞാൻ ഓരോരോ ഭാഗം എടുത്തിട്ട് തക്കുടിൻ്റെ ഹെയറിൽ ഇങ്ങനെ ചെയ്തിട്ട് വരാം. അപ്പം എനിക്ക് ഏകദേശം മനസ്സിലായില്ലേ നമ്മളെങ്ങനെ ചെയ്യേണ്ടതെന്ന്. ഇനി നമ്മൾ ഓരോ പോർഷൻ സെലക്ട് ചെയ്തിട്ട് കണ്ടതുപോലെ കെട്ടിയിടണം കേട്ടോ. ചെയ്യല്ലേ. ഇനി നമ്മൾ ഇപ്പോൾ കാണിച്ചു കൊടുത്തൊക്കെ ഇതാ ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഓരോരോ ഭാഗം ഹൈലൈറ്റ് ചെയ്യാണ് നമ്മൾ. ശരിക്കും ഫുൾ ഹെയർ കളർ ചെയ്യണില്ല, ഓരോരോ പാർട്ടീഷൻ ചെയ്തിട്ട് ഓരോരോ പാർട്ട് എടുത്തിട്ട് നമ്മൾ ഹൈലൈറ്റ് ചെയ്യാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തിട്ട് വരാം.
അങ്ങനത്തെ ഞാൻ ഒരുവിധം എല്ലാ ഭാഗത്തും എത്തിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. നമുക്ക് ഒരുപാട് പ്രൊഡക്റ്റ് ഒന്നും ഇല്ല കേട്ടോ. 65 രൂപയുടെ ഒരു വലിയ ബോട്ടിലാണ് ഞാൻ ബ്ലീച്ച് ചെയ്യാനായിട്ട് മുന്നേ വാങ്ങി വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ ഉള്ള പ്രൊഡക്റ്റ് കംപ്ലീറ്റ് ആയിട്ടും തക്കുടിൻ്റെ ഹെയറിൻ്റെ ഓരോ ഭാഗത്ത് ഞാൻ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാം നമ്മുടെ പേപ്പറൊക്കെ ചുരുട്ടി ആ കമ്പി കൊണ്ട് കെട്ടിട്ടിട്ട് ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങളിപ്പോൾ ചെറിയ ബോട്ടിൽ നമുക്ക് 30 രൂപയ്ക്കോ 35 രൂപയ്ക്കോ അങ്ങോട്ട് ഇതിൻ്റെ ചെറിയ ബോട്ടിൽ വാങ്ങാനായിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇത്ര പോലും ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് ചെയ്താൽ മതിയെങ്കിൽ നമ്മുടെ ഫ്രണ്ടിൽ സൈഡ് ബാങ്ക്സ് ഒക്കെ ഇല്ല, അവിടെ മാത്രം ചെയ്താൽ മതിയെങ്കിൽ കുഞ്ഞു ബോട്ടിൽ വെറും 30 രൂപയുടെ ബോട്ടിൽ വാങ്ങിയിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ അത്രയും നമുക്ക് ചിലവുള്ളൂ. വളരെ ഈസിയാണ്. ഇനിയിപ്പം ഈ പേപ്പറും കമ്പിയൊന്നും ഇല്ലാത്തവരാണെങ്കിൽ കൈകൊണ്ട് വാരി തെച്ചാലും മതി, ഒരു പ്രശ്നമില്ല കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വന്നിട്ട്. ഇത് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്ത് നൈറ്റാണ് കേട്ടോ. നൈറ്റ് ഒരു 10 മണി 10:30 ആയപ്പോൾ പിന്നെ കഴുകി കഴിഞ്ഞിട്ട് ഞങ്ങളെ കാണിക്കാൻ ടൈം കിട്ടിയിട്ടില്ല. അപ്പോൾ പിന്നെ പിറ്റേ ദിവസത്തേക്ക് നല്ല ക്ലിയർ ആയിട്ട് നാച്ചുറൽ ലൈറ്റിൽ കാണിച്ചു തരാമെന്ന് കരുതി. ഇതാണ് തക്കുടുവിൻ്റെ ഹെയർ ഞാൻ കളർ ചെയ്തിട്ടുള്ളത്. ഓരോ ഭാഗം ഹൈലൈറ്റ് ചെയ്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. കാരണം നല്ല പോലെ കളർ വന്നിട്ടുണ്ട്. ഇത് മുടിക്ക് വലിയ ഡാമേജ് ഒന്നും ഉണ്ടാക്കിയില്ല. നമ്മൾ ബ്ലോണ്ടർ ഹെയർ കളർ ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന ബ്ലോണ്ടർ വന്നിട്ട് ഇതിലും ഹാർഷായിട്ടുള്ളൊരു കെമിക്കലാണ്, ബ്ലീച്ചാണ്. അപ്പോൾ കണ്ടില്ലേ നല്ല രസത്തിൽ ഹൈലൈറ്റ് ആയിട്ടുണ്ട്. ഇനി ഞങ്ങൾക്ക് ഇത്ര പോലും ചെയ്യണ്ടെങ്കിൽ കയ്യിൽ ഗ്ലൗസൊക്കെ ഇട്ടിട്ട് കുറച്ച് ഭാഗങ്ങൾ നമ്മുടെ സൈഡ് ബാങ്ക്സിൽ മാത്രം ഈ ഒരു ബ്ലീച്ച് അപ്ലൈ ചെയ്ത് കൊടുത്താൽ അവിടെ മാത്രം കളറായി കിട്ടും. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഞാൻ 2 മണിക്കൂറാണ് തക്കുടിൻ്റെ തലയിൽ ഈ ഒരു ബ്ലീച്ച് വെച്ചത്. നമ്മൾ 8:30 സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം 10:30 നമ്മളിത് കഴുകി കളഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ടൈം കൊണ്ടാണ് ഇത്രയും കളർ കിട്ടിയിട്ടുള്ളത് കേട്ടോ. പിന്നെ ഈ ഒരു ബ്ലീച്ച് കഴുകി കളയാനായിട്ട് ഷാമ്പൂ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫെമ്മിൻ്റെ ബ്ലീച്ചാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് ബ്ലീച്ച് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ റിസൾട്ടിൽ ചെറിയ വേരിയേഷൻസ്, കളറിലും ചെറിയ ഡിഫറൻസ് ഉണ്ടാകുമായിരിക്കാം. ഇത് ഫെമ്മിൻ്റെ ഗോൾഡ് ബ്ലീച്ചാണ്, ഞങ്ങൾ കണ്ടില്ലേ. സൈഡ് ബാങ്ക്സിൽ നമ്മൾ ചെയ്ത അത്രയ്ക്കും അങ്ങോട്ട് കളർ വന്നിട്ടില്ല, എന്നാലും ലൈറ്റായിട്ട് കളർ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒന്നും കൂടിയും നിങ്ങൾക്ക് ക്ലിയർ ആകുന്നുണ്ടായിരിക്കും, വ്യക്തമാകുന്നുണ്ടായിരിക്കും. ഞാൻ ആദ്യം കരുതിയത് ഇത്ര കളറൊന്നും കിട്ടില്ല എന്നായിരുന്നു കേട്ടോ. അത് കാരണമാണ് ഞാൻ 2 മണിക്കൂർ വെച്ചത്. കാരണം നമ്മളിൽ പ്രൊഡക്റ്റ് വളരെ കുറവുണ്ടായിരുന്നുള്ളൂ. ഞാൻ പേപ്പറിൽ ഇങ്ങനെ ഹെയറിൽ ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ട് പേപ്പറിൽ വെച്ചിട്ട് ഹെയറിൽ ഇങ്ങനെ അപ്ലൈ ചെയ്തില്ല. അപ്പോൾ വളരെ കുറച്ച് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ, കാരണം എല്ലായിടയ്ക്കും എത്തണ്ടേന്ന് കരുതിയിട്ട് കേട്ടോ. അപ്പോൾ വെറും 30 രൂപ ഉണ്ടെങ്കിൽ കൂടെ നമുക്ക് ഒരുവിധം ഭാഗമൊക്കെ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് പറ്റും. വളരെ ഈസിയാണ്, കുറേ കാശൊന്നും ചിലവാക്കേണ്ട ആവശ്യമില്ല. ഞാനാണെങ്കിൽ 1800 രൂപയ്ക്കൊക്കെയാണ് ഹെയർ കളർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു കളറ് നമ്മുടെ ഇന്ത്യൻ ഹെയറിന്, അതായത് ബ്ലാക്ക് ഹെയറിന് നല്ല പോലെ മാച്ച് ആകുന്നുണ്ട് കേട്ടോ. ഇതൊരു ലൈറ്റ് എന്താ പറയുക, ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡാണ് വന്നിട്ടുള്ളത് ഹെയറിൻ്റെ ഇടയ്ക്ക്. കണ്ടില്ലേ, നല്ല കളറാണ്, നമ്മുടെ ബ്ലാക്കായിട്ട് നല്ലപോലെ മാച്ചായി പോകുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഹെയർ ബ്ലീച്ചിങ് വീഡിയോ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി നല്ലൊരു ടോപ്പിക്കായിട്ട് നമുക്ക് നെക്സ്റ്റ് ടൈം കാണാം. അതുവരേക്കും എല്ലാവരും നല്ല ഹാപ്പി ഹെൽത്തി ആയിട്ടിരിക്കുക. ബായ്.